തൂഫാൻ അസംബ്ലി വിത്ത് MLA പദ്ധതിയുടെ ഒന്നാം ദിവസത്തെ പര്യടനം അവസാനിച്ചു. പുതുപ്പാടി, കോടഞ്ചേരി, തിരുവമ്പാടി, കൂടരഞ്ഞി പഞ്ചായത്തുകളിലെ സ്കൂളുകളിലാണ് ആദ്യ ദിവസ പര്യടനം നടത്തിയത്. CK കാസിം MLAയുടെ വിദ്യാഭ്യാസ പദ്ധതിയായ ട്രീയുടെ ഭാഗമായാണ് 2 ദിവസത്തെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പര്യടനം നടക്കുന്നത്. തിരുവമ്പാടി MLA CK കാസിമിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയായ ട്രീയുടെ ഭാഗമായി 2 ദിവസങ്ങളായി മണ്ഡലത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന തൂഫാൻ ഡ്രൈവ് അസംബ്ലി വിത്ത് MLA പദ്ധതിയുടെ ആദ്യ ദിവസത്തെ പര്യടനമാണ് സമാപിച്ചത്. ഈങ്ങാപ്പുഴ MJM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാരംഭിച്ച് കണ്ണോത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ, കോടഞ്ചേരി ഗവൺമെൻറ് കോളേജ്, പുല്ലൂരമ്പാറ SJ ഹയർ സെക്കൻഡറി സ്കൂൾ, കൂടരഞ്ഞ് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ MLAയും ജനപ്രതിനിധികളും പോലീസ്, എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരും നേരിട്ടെത്തി വിദ്യാർത്ഥികളും പൊതുജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു. പുതുപ്പാടി, കോടഞ്ചേരി, തിരുവമ്പാടി, കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തുകളിലെ മുഴുവൻ സ്കൂളുകളിലും ഒരേ സമയം ജനപ്രതിനിധികളുടെയും PTA ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ തൂഫാൻ അസംബ്ലിയും ലഹരി ബോധവൽക്കരണ ക്ലാസുകളും നടന്നു. പുതുപ്പാടിയിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം CK കാസിം MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു താനിക്കാക്കുഴി അധ്യക്ഷനായി. എക്സൈസ് ഉദ്യോഗസ്ഥൻ ഷാജു ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥി പ്രതിനിധി ആഷ്ലി ഗിരീഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജനപ്രതിനിധികൾ, PTA ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. കൂടരഞ്ഞിയിൽ നടന്ന സമാപന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു അധ്യക്ഷയായി. സമാപന യോഗം CK കാസിം MLA ഉദ്ഘാടനം ചെയ്തു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രപ്പോസലുമായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷനുമായി നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. അവരെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാം മാറ്റി ഈ ഒരു പദ്ധതിക്ക് വലിയ താല്പര്യത്തോടുകൂടിയാണ് പോലീസ് എക്സൈസ് പ്രവർത്തിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആഭ്യന്തര വകുപ്പ് പുതിയൊരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. ഇത്തരം തൂഫാന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന തലം മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള തലങ്ങളിൽ പ്രത്യേകമായ ഉദ്യോഗസ്ഥന്മാർക്ക് ചുമതല നൽകിക്കൊണ്ട് അവരുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ ടീമായി ഒരു സേനയായി ആ സേനയിലെ പോലീസ് സേനയിലെ ഒരു വിഭാഗമായി പ്രവർത്തിക്കാനുള്ള തീരുമാനമായി കഴിഞ്ഞു. എമിലിൻ മരിയ ജിയോ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ബിനു ബേബി, തിരുവമ്പാടി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പ്രശാന്ത്, മുക്കമെയ്യോ ടി ദീപ്തി, സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ജോസ്, വാർഡ് മെമ്പർമാർ, പൊതുജനങ്ങൾ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ലഹരി മാഫിയയുടെ വേരറുക്ക് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിക്ക് പിന്തുണയുമായി തിരുവമ്പാടി മണ്ഡലത്തിൽ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായാണ് തൂഫാൻ ഡ്രൈവ് അസംബ്ലി വിത്ത് MLA പദ്ധതി ആരംഭിച്ചത്. 2ാം ദിവസമായ വെള്ളിയാഴ്ച കൊടിയത്തൂർ, കാരശ്ശേരി, മുക്കം നഗരസഭ എന്നിവിടങ്ങളിലാണ് പര്യടനം. തുടർന്നുള്ള ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ റെയിൽസ് മത്സരവും നടത്തും. കുടുംബശ്രീ, CDS, ADS ഭാരവാഹികളെ പങ്കാളികളാക്കി പ്രവർത്തനം വിപുലപ്പെടുത്തുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ CTV പ്രാദേശിക വാർത്ത.